ഈ വിവാഹങ്ങളുടെ പേരിന് മറവിൽ ഇതുപോലത്തെ പല കൺവേർഷൻസും നടക്കാറുണ്ട്. ആൻഡ് ട്രസ്റ്റ് മീ, ദേ ആർ ഗെറ്റിംഗ് ഹ്യൂജ് മണി, ഹ്യൂജ് ഫെയിം. ഞാൻ റിലേഷൻഷിപ്പിലുണ്ടായ ആ വ്യക്തി, ഹി വാസ് ബിഗ് സീറോ വെൻ ഹി വാസ് ഇൻ, ഞങ്ങൾ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒന്നുമല്ലായിരുന്നു. പക്ഷേ ലേറ്റർലി ഹി ഗെറ്റ് ഇൻ ടു മീഡിയ, ഹീസ് ഏർണിംഗ് ടു മച്ച്. അതായത് കുറേ കാറും, ദേ ആർ ഗെറ്റിംഗ് ദാറ്റ് കമ്മ്യൂണിറ്റി സ്പിരിറ്റ് ആൻഡ് സപ്പോർട്ട്. കേരള സ്റ്റോറി 2 ആണല്ലോ ഇപ്പൊ എല്ലായിടത്തെയും ചർച്ചാ വിഷയം. കേരളത്തെ മോശമായി ചിത്രീകരിക്കുക എന്നൊരു പ്രൊപ്പഗൻഡയുടെ ഭാഗമായി ഇറക്കാൻ പോകുന്ന ഈ സിനിമയുടെ ടീസർ 2 ദിവസം മുമ്പ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനോടകം പലരും ഈ സിനിമയുടെ ടീസർ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. 3 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഈ സിനിമയുടെ ടീസറിൽ പച്ച വർഗീയതയാണ് തുപ്പി വെച്ചേക്കുന്നത്. ടീസർ ഇങ്ങനെയാണെങ്കിൽ സിനിമ എങ്ങനെയായിരിക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കേരളത്തെ മൊത്തം മറ്റു സംസ്ഥാനക്കാരുടെ മുന്നിൽ മോശക്കാരായി ചിത്രീകരിക്കാനുള്ള ഒരു പ്രൊപ്പഗൻഡയുടെ ഭാഗമാണ് ഇതെല്ലാം എന്നുള്ളത് ഒരു കോമൺ സെൻസ് ഉള്ള ഏതൊരാൾക്കും മനസ്സിലാകും. പക്ഷെ ഇവിടുത്തെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ കേരള സ്റ്റോറി 2യുടെ കഥ മൊത്തം നടക്കുന്നത് നോർത്ത് ഇന്ത്യയിലാണ്. പക്ഷെ സിനിമക്ക് കൊടുത്തേക്കുന്ന പേരെന്താണ്? കേരള സ്റ്റോറി 2 എന്ന്. അത് പിന്നെ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ കേരള സ്റ്റോറി 1ന്റെ തുടർച്ചയാണല്ലോ കേരള സ്റ്റോറി 2 എന്ന് പറയുന്നത്. മാത്രവുമല്ല, സിനിമക്ക് ഒരു ഗുമ്മ് കിട്ടണമെന്നുണ്ടെങ്കിൽ, സിനിമ 4 ആൾ കയറി കാണണമെന്നുണ്ടെങ്കിൽ കേരള സ്റ്റോറി എന്ന് കൊടുത്താൽ ആളുകൾ കാണത്തുള്ളൂ. കാരണം ഇവിടുത്തെ നോർത്ത് ഇന്ത്യൻസിനൊക്കെ കേരളത്തിനോട് ഒരു പ്രത്യേക ഹെയ്റ്റ് ഉണ്ടല്ലോ. അത് മുതലാക്കി ഒരു സിനിമ നിർമ്മിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പൊ പിന്നെ കേരള സ്റ്റോറി എന്ന് കൊടുത്ത് ഇങ്ങനത്തെ ഒരു സിനിമ ഇറക്കി കഴിഞ്ഞാണെങ്കിൽ അത്യാവശ്യം ആൾക്കാർ തിയേറ്ററിൽ പോയി കാണല്ലോ. പിന്നെ കുഴപ്പമില്ല, സിനിമയുടെ ഫുൾ നെയിം വായിച്ചു കഴിഞ്ഞാണെങ്കിൽ കുറെയൊക്കെ കൺഫ്യൂഷൻസ് മാറി കിട്ടും. സിനിമയുടെ ഫുൾ നെയിം എന്താണ്? കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട് എന്നാണ്. അതായത് കേരളവും കടന്നുള്ള കേരള സ്റ്റോറി. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ, കേരളം കടന്ന് എങ്ങോട്ടും പോവാലോ. രാജസ്ഥാനിലേക്കോ ഉത്തർപ്രദേശിലേക്കോ ഹരിയാനയിലേക്കോ എവിടേക്ക് വേണമെങ്കിലും പോകാം. കാരണം കേരളവും കടന്നുള്ള കേരള സ്റ്റോറി ആണല്ലോ ഇത്. എന്താ ഇതിനൊക്കെ പറയാ അല്ലേ? എടാ, ഒരു ഉത്തർപ്രദേശിൽ നടക്കുന്ന കഥയാണെങ്കിൽ UP സ്റ്റോറി 2 എന്നിടണം. അതല്ലെങ്കിൽ രാജസ്ഥാനിൽ നടക്കുന്ന കഥയാണെങ്കിൽ രാജസ്ഥാൻ സ്റ്റോറി 2 എന്നിടണം. അല്ലാതെ കേരള സ്റ്റോറി 2 എന്നല്ല ഇതിന് പേരിടേണ്ടത്. ഇവന്മാരോടൊക്കെ എന്താ പറയാ അല്ലേ? രാജസ്ഥാനിൽ നടക്കുന്ന സ്റ്റോറും പൊക്കി പിടിച്ചുകൊണ്ട് ഒരു സിനിമ എടുത്തിട്ട് അതിന് കേരള സ്റ്റോറി എന്ന് പേരും കൊടുത്തിട്ടുണ്ട്. ഈ സിനിമന്റെ ആൾക്കാർ എവിടെയെങ്കിലും വെച്ച് കണ്ടാലുണ്ടല്ലോ മട്ടിൽ വെട്ടിയടിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഈ സിനിമയുടെ ടീച്ചറൊക്കെ ഇറങ്ങിയ പശ്ചാത്തലത്തിൽ ഇപ്പൊ സോഷ്യൽ മീഡിയ മുഴുവനും ഈ സിനിമയെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. നല്ല വിമർശനമാണ് സിനിമയ്ക്ക് ഉടനീളം വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളെല്ലാം തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ അടുക്കാണ് ഒരു വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അത് മറ്റാരുടെയും അല്ല, നമ്മുടെ ബഷീർ ബഷീറുടെ പഴയ കാമുകയായിരുന്ന ശ്രേയ അയ്യരുടെ വീഡിയോ ആണ്. കുറച്ച് പഴയ വീഡിയോ ആണ്, പക്ഷെ ഇപ്പൊ നിലവിൽ ആ വീഡിയോക്ക് നല്ല റീച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനുള്ള കാരണം മറ്റൊന്നുമല്ല, കേരള സ്റ്റോറി 2വുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ്. സംഭവം മറ്റൊന്നുമല്ല, ഞാനും ഒരു ലവ് ജിഹാദി വിക്ടിമാണെന്നുള്ള രീതിയിലാണ് ശ്രേയ അയ്യർ ആ വീഡിയോയിൽ സംസാരിച്ചു വെക്കുന്നത്. നമുക്ക് അതിലേക്കൊക്കെ വരാം. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയി ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അതിനു മുമ്പ് കേരള സ്റ്റോറി 2വുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സംസാരിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് വെച്ചതിന് ശേഷം നമുക്ക് നേരെ ശ്രേയ അയ്യറിലേക്ക് വരാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ, കേരള സ്റ്റോറി 2 കേരളത്തിനെ അപമാനിക്കാൻ വേണ്ടി ഇറക്കിയ ഒരു പ്രൊപ്പഗണ്ട മൂവിയാണെന്നുള്ള രീതിയിൽ ഇപ്പൊ നിലവിൽ പലരും ഹൈക്കോടതിയിൽ അപ്പീൽ പോയിട്ടുണ്ട്. അങ്ങനെ അപ്പീൽ പോയതിന്റെ അടിസ്ഥാനത്തിൽ ആ അപ്പീൽ കോടതി സ്വീകരിക്കുകയും ഈ സിനിമയ്ക്കെതിരെ ഒരു നിർണായക നീക്കം നടത്തുകയും ചെയ്തിട്ടുണ്ട് ഹൈക്കോടതി. അതിൽ ആദ്യത്തെ നീക്കം എന്ന് പറയുന്നത് സിനിമയുടെ ടീസർ പിൻവലിക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഹൈക്കോടതി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ സിനിമയുടെ ടീസർ പിൻവലിക്കാമെന്ന് സിനിമയുടെ അണിയറ പ്രവർത്തകർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന നിമിഷം വരെ ഇപ്പോഴും അതിന്റെ ടീസർ യൂട്യൂബിൽ കിടപ്പുണ്ട് കേട്ടോ. പിൻവലിക്കുമായിരിക്കും അല്ലേ? പിൻവലിക്കണമല്ലോ, അതാണല്ലോ അതിന്റെ ഒരു ഇത്. ഇല്ലെങ്കിൽ കോടതി ലംഘനത്തിന് ഇവർ പേ അടക്കേണ്ടി വരും. എന്തായാലും ഉടനെ തന്നെ ഒരു ടീസർ പിൻവലിക്കുമെന്ന് തന്നെ കരുതാം. അത് മാത്രമല്ല, അതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. ഈ സിനിമ 2-3 ദിവസം കഴിഞ്ഞാണെങ്കിൽ റിലീസാണ് അല്ലേ? വരുന്ന വെള്ളിയാഴ്ചയാണ് ഈ സിനിമ റിലീസ് ചെയ്യാൻ ഇവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ തൽക്കാലത്തേക്ക് സിനിമ റിലീസ് ചെയ്യുന്നത് അവിടെ നിൽക്കട്ടെ എന്നാണ് ഹൈക്കോടതി പറയുന്നത്. സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങളൊന്ന് വീഡിയോ നോക്കട്ടെ എന്ന് ഹൈക്കോടതി പറയുന്നുണ്ട്. ആയതിനാൽ തന്നെ സിനിമ കാണാനുള്ള സജ്ജീകരണങ്ങൾ ഞങ്ങൾക്ക് ഒരുക്കി തരണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഹൈക്കോടതി എന്താക്കും? സിനിമ ഒന്ന് നോക്കും. എന്നിട്ട് അതിൽ മതസ്പർദ്ധ വളർത്തുന്ന രീതിയിലോ സാമൂഹിക സ്പർദ്ധ വളർത്തുന്ന രീതിയിലോ എന്തെങ്കിലും ഉണ്ടോ എന്ന് കോടതി നിരീക്ഷിക്കും. അങ്ങനെ നിരീക്ഷിച്ച് സിനിമയിലൊന്നും ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാണെങ്കിൽ വരുന്ന വെള്ളിയാഴ്ച സിനിമ റിലീസ് ചെയ്യും. അല്ലാത്ത പക്ഷം ഇവർക്ക് സിനിമയുടെ റിലീസ് നീട്ടി വെക്കേണ്ടി വരും. പിന്നീട് അങ്ങോട്ട് സിനിമയിലെ പല ഭാഗങ്ങളും കട്ട് ചെയ്ത് ഇവർക്ക് സിനിമ റിലീസ് ചെയ്യേണ്ട അവസ്ഥ വരും. എന്തായാലും കണ്ടു തന്നെ അറിയാം എന്ത് തീരുമാനമായിരിക്കും ഹൈക്കോടതി എടുക്കാൻ പോകുന്നത് എന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നല്ലൊരു തീരുമാനം തന്നെ ഹൈക്കോടതി എടുക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. എന്തായാലും അതങ്ങനെ ഒരു വഴിക്ക് പോകുന്നുണ്ട്. ഇനി അതിനേക്കാളും വലിയ മുട്ട കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ, ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ 2 ദിവസം മുന്നേ ഒരു പ്രസ് മീറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രസ് മീറ്റിൽ 30ഓളം ലവ് ജിഹാദി വിക്ടിംസിനെ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ എല്ലാം ഫോട്ടോസ് എഴുതി കൊടുക്കാം. കുറെയൊക്കെ വയസ്സായ തള്ളച്ചിമാരാണ് ഇതിലുള്ളത്, അത് വേറെ കാര്യം. പക്ഷെ ഇവിടെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ, കേരള സ്റ്റോറി 2 എന്ന സിനിമയെ ആസ്പദമാക്കിയിട്ടാണല്ലോ ഇവർ ഈ 30ഓളം വിക്ടിംസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷെ അതിൽ ഒരൊറ്റ മലയാളി പോലും ഇല്ല എന്നുള്ളതാണ്.
ഫുള്ള് നോർത്ത് ഇന്ത്യ എന്നുള്ള ആൾക്കാരാണ്. അല്ല, കേരള സ്റ്റോറി 2 എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി വിക്ടിംസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൽ ഒരാളെങ്കിലും കേരളത്തിൽ നിന്നുള്ള ഒരാളാക്കാമായിരുന്നു. ഇത് 30 നോർത്ത് ഇന്ത്യൻസ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് മക്കളെ, അതൊക്കെ നോക്കണ്ടേ. എന്തായാലും പ്രസ് മീറ്റിൽ വെച്ച് മാധ്യമങ്ങൾ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് അണ്ണാക്കിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ, പ്രത്യേകിച്ച് പ്രൊഡ്യൂസർക്കും ഡയറക്ടർക്കും. മാധ്യമങ്ങൾ ഇവരെ നിർത്തി പൊരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ആ ഭാഗം ഒന്ന് കണ്ടോക്കാം. अगर ऐसे होगा तो हम कुछ सुन नहीं पा रहे, हम क्या बात करें? Survivors will not be able to answer the question. They have come with പറഞ്ഞ മനസ്സിലായോ? അതായത് ഇവര് പ്രസ് മീറ്റിന്റെ ഭാഗമായിട്ട് 30ഓളം വിക്ടിംസിനെ ഹാജരാക്കിയല്ലോ. ഏത് ലവ് ജിഹാദ് വിക്ടിംസിനെ. അവരോട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ എന്നൊരു മാധ്യമ പ്രവർത്തക ഈ സിനിമന്റെ പ്രൊഡ്യൂസറോട് ചോദിച്ചു. അന്നേരം നമ്മൾ പുള്ളിക്കാരൻ മറുപടി എന്താണ്, അതൊന്നും പറ്റില്ല, അവരൊക്കെ ധൈര്യത്തോട് കൂടി അവരുടെ അനുഭവം മുന്നോട്ട് പറയാൻ വേണ്ടി വന്ന ആൾക്കാരാണ്, അവരോട് ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പറ്റൂല എന്നൊക്കെ. കാരണം അവരോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ഇവരുടെ കള്ളം പൊളിയേ. അതുകൊണ്ട് വിക്ടിംസിനോട് ചോദ്യങ്ങളൊന്നും പാടില്ല പോലും. അവിടെ തന്നെ അവരുടെ കള്ളം പാതി പൊളിഞ്ഞു എന്നുള്ളതാണ്. എവിടുന്നോ ശാഖയെന്ന് പൊക്കിക്കൊണ്ടെന്ന് 30ഓളം വിക്ടിംസ് ആണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അവരോട് ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല എന്ന് മൂപ്പര് പറഞ്ഞത്. അല്ല, യഥാർത്ഥ വിക്ടിംസ് ആണെങ്കിൽ അവരോട് ചോദ്യം ചോദിക്കുന്നതിൽ എന്താണ് തെറ്റ്? അങ്ങനെ ചോദ്യം ചോദിക്കുന്നതിന് ഇവർ നിരസിക്കുന്നുണ്ടെങ്കിൽ അതിലെന്തോ ഒന്നുണ്ട് അല്ലേ. എന്തായാലും കൊള്ളാം, മുട്ടൻ കോമഡി ആയിരിക്കുന്നു. ബാക്കി പറഞ്ഞാട്ട് എന്തായാലും केरला स्टोरी 1 के साथ ले आए थे, उसका वीडियो आज भी YouTube पे अवेलेबल है। सर भैया आज हम उनको ले आते तो आप कहते आप उन्हीं लोगों को वापस ले आ रहे हो, तो आप दोनों तरफ बात करेंगे, ये सही है। बट टुडे वही स्टोरी है। ആ പറഞ്ഞാൽ മനസ്സിലായോ? അതായത് ഒരു മാധ്യമപ്രവർത്തകൻ അങ്ങോട്ട് ചോദിച്ചു, സിനിമയുടെ പേര് കേരള സ്റ്റോറി 2 എന്നല്ലേ, പക്ഷെ കൊണ്ടുവന്നത് മുഴുവനും നോർത്ത് ഇന്ത്യയിലെ വിക്ടിംസിനെയാണ്. എന്തുകൊണ്ട് നിങ്ങൾക്ക് കേരളത്തിൽ ഒരു വിക്ടിമിനെ പോലും ഹാജരാക്കാൻ സാധിച്ചില്ല എന്നൊരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു. ജെന്യൂൻ ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണത് അല്ലെ. അതിന് പുള്ളിക്കാരൻ കൊടുത്ത മറുപടി എന്താണ്, ഞങ്ങൾ കേരള സ്റ്റോറി 1ന്റെ സമയത്ത് 26ഓളം വിക്ടിംസിനെ കേരളത്തിൽ നിന്നുള്ളത് ഹാജരാക്കിയിട്ടുണ്ട്. അതിന് വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട്. അവരെ തന്നെ പിന്നെയും വിളിച്ചു കൊണ്ടുവന്നാണെങ്കിൽ നിങ്ങൾ ചോദിക്കില്ലേ, ഇവരെ മുമ്പ് സംസാരിച്ചതല്ലേ, പിന്നെ എന്തിനാണ് അവരെ വിളിച്ചു കൊണ്ടുവന്നത്? അതുകൊണ്ടാണ് ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ആൾക്കാരെ ഇറക്കുമതി ചെയ്തതെന്നൊക്കെ. എടോ, നിങ്ങൾ തന്നെയല്ലേ കേരള സ്റ്റോറി 1 എന്ന സിനിമ എടുത്ത സമയത്ത് കേരളത്തിൽ നിന്ന് 35,000ഓളം സ്ത്രീകൾ ഈ പറഞ്ഞ ലവ് ജിഹാദ് വിക്ടിംസ് ആണ്, ലവ് ജിഹാദിന് ഇരയാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. അതിൽ 26 ആളുകൾ നിങ്ങൾ ഹാജരാക്കിയെന്നല്ലേ നിങ്ങൾ പറയുന്നത്. അത് റിയൽ ആണോ ഫേക്ക് ആണോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. അപ്പൊ നിങ്ങൾ പറഞ്ഞ കണക്ക് പ്രകാരം ഈ 35,000-ൽ നിന്നും 26 ആളുകൾ കുറച്ച് കഴിഞ്ഞാണെങ്കിൽ ബാക്കി എത്ര ആൾക്കാരുണ്ട്? 34,976 ആൾക്കാർ. ഈ ബാക്കിയുള്ള 34,976 ആൾക്കാരിൽ നിന്നും ഒരാളെ പോലും നിങ്ങൾക്ക് ഹാജരാക്കാൻ പറ്റിയില്ലേ? അതാണ് എന്റെ ചോദ്യം. ഓക്കെ, നിങ്ങൾ പറയുന്ന പോലെ കേരള സ്റ്റോറി 2 എന്ന് പറയുന്നത് കേരളത്തിൽ നടക്കുന്ന കഥയല്ല, ഗോസ് ബിയോണ്ട് ആണ്, കേരളത്തിന് പുറത്ത് നടക്കുന്ന കഥയാണ്. അതുകൊണ്ടായിരിക്കണം നിങ്ങൾ നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള വിക്ടിംസിനെ ഹാജരാക്കിയത്. അതൊക്കെ അംഗീകരിക്കുന്നു. നിങ്ങൾ ഹാജരാക്കുന്ന 30 വിക്ടിംസിൽ 29 എണ്ണം നോർത്ത് ഇന്ത്യയിൽ നിന്ന് ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരാളെങ്കിലും കേരളത്തിൽ നിന്ന് നിങ്ങൾക്ക് കൊണ്ടുവരാമായിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, ആ പേരിനോടെങ്കിലും ഒരു നീതി പുലർത്താൻ വേണ്ടി ഒരാളെ ഹാജരാക്കാമായിരുന്നു. എന്തുകൊണ്ട് നിങ്ങളെ ഹാജരാക്കിയില്ല? ഉത്തരം സിമ്പിൾ ആണ്, നിങ്ങൾക്ക് കേരളത്തിൽ നിന്ന് ആരും കിട്ടിയില്ല. അതന്നെ, എന്തൊക്കെ കാണണം അല്ലേ. എന്തായാലും ഇനിയും മാധ്യമങ്ങൾ ഇവരെ നല്ലോണം ഊക്കി വിടുന്നുണ്ട് കേട്ടോ. ലവ് ജിഹാദ് എന്ന സംഭവമേ ഇല്ല എന്ന് സുപ്രീം കോടതി പറയുന്നുണ്ടല്ലോ എന്നൊക്കെ ഒരു മാധ്യമ പ്രവർത്തകൻ ഇവരോട് ചോദിക്കുന്നുണ്ട്. അന്നേരം ഇവർ ബബ്ബ പഠിക്കുന്നുണ്ട്. ഞങ്ങൾ സിനിമാ പ്രവർത്തകരാണ്, ഇതിനൊന്നും മറുപടി പറയാനല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നതെന്നൊക്കെയുള്ള രീതിയിൽ ഇവർ എന്തൊക്കെയോ ബബ്ബ പഠിക്കുന്നുണ്ട്. എന്തായാലും മാധ്യമങ്ങൾ ഇവർ ഊക്കി പണ്ടാറടക്കി വിട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അവസാനം ഇവർ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ട്. എന്തായാലും സംഭവം കഴിഞ്ഞ് പോയിന്ന് പറഞ്ഞാൽ മതിയല്ലോ. പ്രസ് മീറ്റ് നടത്തി അവസാനം വാലും പൊക്കി ഓടേണ്ട അവസ്ഥയായി ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക്. എന്തായാലും സംഭവം മുട്ടും കോമഡി ആയിരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ശ്രേയ അയ്യർ ബഷീർ ബഷിയെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോ. ഞാനൊരു ലവ് ജിഹാദ് വിക്ടിമാണ് എന്നുള്ള രീതിയിലാണ് ശ്രേയ അയ്യർ ആ വീഡിയോയിൽ സംസാരിച്ചു വെക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എന്തോ ഒരു ഹിന്ദു മഹാസമ്മേളനം എന്നൊരു സമ്മേളനം നടന്നിട്ടുണ്ടായിരുന്നു. ആ സമ്മേളനത്തിൽ പ്രസംഗിക്കവെയാണ് താനൊരു ലവ് ജിഹാദ് വിക്ടിമാണെന്നുള്ള രീതിയിൽ ശ്രേയ അയ്യർ സംസാരിച്ചു വെക്കുന്നത്. നമുക്ക് എന്തായാലും ശ്രേയ അയ്യരോട് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. ഗുഡ് ആഫ്റ്റർനൂൺ, എൻ്റെ പേര് ശ്രീ അയ്യർ. ഞാൻ ടെലിവിഷൻ ആങ്കറാണ്, ആക്ടറാണ് ആൻഡ് ഇപ്പം ഫിറ്റ്നസ് എന്തൂസിയാസ്റ്റാണ്. ഞാൻ സൗത്ത് ഇന്ത്യ മിസ് ഫിറ്റ്നസ് ടൈറ്റിൽ ഹോൾഡറാണ്. ഇതിനെല്ലാത്തിൻ്റെ അച്ചീവ്മെൻറ്റ് എൻ്റെ ലൈഫ് ഫെയിലിയറാണ്. ഐ സ്റ്റാർട്ടഡ് ഫ്രം റൂട്ട്സ്. ഇത് സത്യം പറഞ്ഞാൽ ഒരു മേ ബി ഒരു നിങ്ങൾക്കൊരു മോട്ടിവേഷൻ പോലെ ആവും. ചിലവർക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ദിസ് ഓൾ ഹാപ്പൻഡ് ബിക്കോസ് ഓഫ് ലവ് ഫെയിലിയർ. ലവ് ഫെയിലിയർ എന്നല്ല, ഒരു റോങ് റിലേഷൻഷിപ്പിൽ ഞാൻ സ്റ്റെപ്പ് ചെയ്തതാണ്. നമുക്കെല്ലാവർക്കും നമ്മൾ പറക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യാം? നമ്മൾ എല്ലാവർക്കും സംസാരം തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യം ഭജന പറഞ്ഞു തരും അല്ലേ, ക്ഷേത്രത്തിൽ പറഞ്ഞു വിടും. നമുക്കല്ലാണ്ട് നമുക്ക് ഈ മതം റിസീവിങ് അല്ലെങ്കിൽ റിസീവിങ് ഓഫ് റിലീജിയൻ എന്നുള്ള സാധനമില്ല നമ്മുടെ ഹിന്ദുയിസത്തിൽ. അതുപോലെ നമുക്ക് മതം കൺവേർഷൻ എന്നുള്ള സാധനമില്ല.
ഇല്ല അല്ലേ, നമ്മൾ ഹിന്ദുക്കൾ ആരും മതം പഠിപ്പിക്കാറില്ല, ആരും ഹിന്ദുവിസത്തിലേക്ക് വരാറുമില്ല എന്നൊക്കെ എന്തുദ്ദേശത്തിലാണ് ശ്രേയ അയ്യർ ഇങ്ങനെ പറഞ്ഞെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ എത്രയോ ആളുകൾ ഹിന്ദു മതത്തിലേക്കും തിരിച്ച് ഹിന്ദുവിൽ നിന്നും മറ്റു മതത്തിലേക്കും ഒക്കെ പോകുന്നുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സിനിമാ നടിയായിട്ടുള്ള ലക്ഷ്മിപ്രിയ, അവർ ജനിച്ചത് മുസ്ലിം ആയിട്ടാണ്, പക്ഷെ ഇപ്പം ജീവിക്കുന്നത് ഹിന്ദു ആയിട്ടാണ്. അല്ല, ഞാനൊരു ഉദാഹരണം പറഞ്ഞെന്നുള്ളൂ കേട്ടോ. മതം റിസീവ് ചെയ്യുന്ന പറഞ്ഞ സംഭവം നമുക്ക് ഹിന്ദുവിസത്തിൽ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. ഇവിടെ മതം മാറുന്നതൊക്കെ സാധാരണയായി നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവമാണ്. പ്രധാനമായും ഇവിടെ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ആളുകൾ മതം മാറുന്നത്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് പ്രണയമാണ്. അതായത് അന്യമതത്തിൽപ്പെട്ട രണ്ടാളുകൾ തമ്മിൽ പ്രണയത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഇവിടെ സാധാരണയായി കണ്ടുവരുന്ന പ്രവണത എന്താണെന്ന് വെച്ചാണെങ്കിൽ ആണിന്റെ മതം ഏതാണോ അതിലേക്ക് പെണ്ണ് കൺവേർട്ട് ആവുന്ന ഒരു സ്ഥിതിഗതി കാണാറുണ്ട്. അതായത് ഉദാഹരണമായി പറയുകയാണെങ്കിൽ ചെക്കൻ മുസ്ലിമും പെണ്ണ് ഹിന്ദുവും ആണെങ്കിൽ ഇവിടെ കൂടുതലും കണ്ടുവരുന്ന എന്താണ്, ഹിന്ദു ആയിട്ടുള്ള പെണ്ണു ഇസ്ലാം മതം സ്വീകരിക്കുന്നതാണ്. അതിനുള്ള കാരണമായി പറയുന്നത് എന്താണ്, ചെക്കന്റെ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവൾ മുസ്ലിം ആയ മാത്രമേ അവൾ സ്വീകരിക്കൂ എന്ന വാശി അങ്ങ് പിടിക്കൂ. ആ വാശിപ്പുറത്താണ് അവന് കിട്ടണം എന്ന ചിന്തയോടെ അവൾ മതം മാറുന്നത്. ഇനി നേരെ തിരിച്ചും സംഭവിക്കാറുണ്ട്. ചെക്കൻ ഹിന്ദുവും പെണ്ണ് മുസ്ലിമും ആണെങ്കിൽ മുസ്ലിമായ പെണ്ണ് ഹിന്ദുമതം സ്വീകരിക്കുന്ന എത്രയോ കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി നടക്കുന്ന സംഗതികളാണ്. പക്ഷെ ഇവിടെ പ്രണയത്തിന്റെ പേരിൽ ഹിന്ദു ആയിട്ടുള്ള പെണ്ണ് ഇസ്ലാം മതം സ്വീകരിക്കുമ്പോൾ അത് ലവ് ജിഹാദാണ് കേട്ടോ. എന്നാൽ നേരെ തിരിച്ച് സംഭവിക്കുമ്പോഴോ അവിടെ ഒരു പ്രശ്നവുമില്ല. അതങ്ങനെ കുറെ എണ്ണം ചുമ്മാ അങ്ങോട്ട് പറഞ്ഞുണ്ടാക്കന്നെ. പിന്നെ രണ്ടാമതായി ആളുകൾ മതം മാറാനുള്ള കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ പല മതഗ്രന്ഥങ്ങളും വായിച്ചു നോക്കി ആ മതഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്ന കാര്യങ്ങളോട് താല്പര്യം തോന്നി മതം മാറുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഉദാഹരണമായി ബൈബിള് വായിച്ച് ക്രിസ്തു മതം സ്വീകരിക്കുന്നവരുണ്ട്, ഖുറാൻ വായിച്ച് ഇസ്ലാം മതം സ്വീകരിക്കുന്നവരുണ്ട്. അതൊക്കെ സ്വയം താല്പര്യപ്രകാരം മതം മാറുന്നതാണ്, അല്ലാതെ ആരും ഇവിടെ അടിച്ചേൽപ്പിച്ച് മാറുന്നതല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ ശ്രേയ പറഞ്ഞ കാര്യം അട്ടർ റോങ് ആണ്. ഇവിടെ എല്ലാ മതത്തിലുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മതം മാറുന്നുണ്ട്, അല്ലാതെ ഹിന്ദുക്കൾ മാത്രം മറ്റുള്ളവർ മതം മാറ്റുന്ന സാഹചര്യമൊന്നും ഇവിടെ ഇല്ല. ചുമ്മാ ആരും ഇവിടെ ശ്രേയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് തോന്നുന്നു. എന്തെങ്കിലും ശ്രേയ ബാക്കി പറഞ്ഞാട്ടെ. റിലേഷൻഷിപ്പിൽ വരുമ്പം നമ്മൾ ബ്ലൈൻഡ്ലി ഒരാളെ ട്രസ്റ്റ് ചെയ്യും, നമ്മൾ ആരെയും എന്താണ് ഏതാണെന്നൊന്നും അറിയുന്നില്ല, അവരുടെ സെന്റിമെന്റിൽ വീഴും. ആൻഡ് ദെൻ വി ഫോൾ ടു ഗെറ്റ് ഇൻ ടു എ റിലേഷൻഷിപ്പ്, കല്യാണം അല്ലെങ്കിൽ മാരേജ് എന്ന് പറഞ്ഞു വരും. അപ്പം അവിടെ തുടങ്ങുകയാണ് അവർക്ക് അത് ഞങ്ങളുടെ വീട്ടുകാരെ സമ്മതിക്കത്തില്ല, സമൂഹം സമ്മതിക്കത്തില്ല. ഇപ്പം ഞാനൊരു മുസ്ലിമായിരുന്നിട്ട് ഞാനൊരു വേറൊരു സ്ത്രീനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ എൻ്റെ മതത്തിൽ നിന്നും എന്നെ ഒതുക്കി വെക്കപ്പെടും, അത് പറ്റത്തില്ല. ബട്ട് നമുക്ക് അങ്ങനത്തെ ഒരു സംഭവം ഹിന്ദുസത്തിലില്ല. ഹേ ഇല്ല, ചുമ്മാ കൂടെ തട്ടി വിടന്നെ. ഞങ്ങൾ ഹിന്ദുക്കളെല്ലാം മറ്റുള്ള മതസ്ഥരെ പ്രേമിക്കുന്ന സമയത്ത് അവർ നിർബന്ധിതമായി ഞങ്ങളെ മതം മാറ്റുന്നു. പക്ഷെ ഞങ്ങൾ ഹിന്ദുക്കൾ ആരെയും അങ്ങനെ മതം മാറാൻ വേണ്ടി നിർബന്ധിക്കാറൊന്നുമില്ല എന്നൊക്കെ പച്ച നോണാണ് ഈ പറഞ്ഞുണ്ടാക്കുന്നത്. ഇവിടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളും എല്ലാവർക്കും സ്വന്തം മതമാണ് വേദവാക്യം. ഇവിടെ സാധാരണ ഒരു മുസ്ലിം ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബത്തിലേക്ക് ഒരു ഹിന്ദു പെണ്ണ് കടന്നു വരുന്നതിനോട് അവർക്ക് ഒട്ടും താല്പര്യം കാണില്ല. അതുപോലെ തന്നെയാണ് ഇവിടെ ഒരു സാധാരണ ഹിന്ദു ഫാമിലിയുള്ള ആളുകൾക്കും അവരുടെ കുടുംബത്തിലേക്ക് മറ്റു മതത്തിൽപ്പെട്ട ആളുകൾ കടന്നു വരുന്നതിനോട് അവർക്ക് ഒട്ടും താല്പര്യം കാണില്ല. മതം മാറിയാലേ ഞങ്ങൾ സ്വീകരിക്കുന്ന അവരവിടെ വാശി പിടിക്കും. അങ്ങനെ എത്രയോ സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ ഒരു മതത്തിലുള്ളവരെ മാത്രം എല്ലാവരും കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ള തരത്തിൽ പറഞ്ഞുണ്ടാക്കില്ലേ ശ്രേയ. വളരെ കഷ്ടമുണ്ട് ശ്രേയൊക്കെ എങ്ങനെ പറയുന്നത് കാണുമ്പോൾ. ഇത് ആര് പറഞ്ഞ് പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രേയ ഇങ്ങനെ പറയുന്നതെന്ന് അറിയില്ല. ചുമ്മാ ജനങ്ങളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ നിൽക്കരുത്. ബാക്കി പറഞ്ഞാട്ട് എന്തായാലും നമ്മളെ മതത്തിൽ നിന്ന് മാറ്റി വെക്കരുത്. വി ആർ റെഡി. ഇപ്പം നമുക്ക് റിലേഷൻഷിപ്പായി ഇപ്പം അന്യ മതസ്ഥലുള്ള ആര് കല്യാണം കഴിക്കാൻ വേണ്ടി വരികയാണെങ്കിൽ വി ആർ റെഡി ടു അക്സെപ്റ്റ് ദം ലൈക്ക് ദാറ്റ്. വി നെവർ എവർ ഫോഴ്സ് ദം ടു ബി എ ഹിന്ദു. ഇല്ല, നമ്മൾ ആരെയും ഫോഴ്സ് ചെയ്യാറില്ല. നമ്മളെയാണ് എല്ലാവരും അങ്ങോട്ട് ഫോഴ്സ് ചെയ്യുന്നത് അല്ലേ? ഇതെന്താണെന്ന് അറിയോ? ഈ ഒരു ഹിന്ദു മഹാസമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണല്ലോ ഇങ്ങനെ പ്രസംഗിക്കുന്നത്. അപ്പൊ നമ്മൾ ഹിന്ദുക്കൾ എല്ലാവരും വിക്ടിംസ് ആണ്. നമ്മൾ ഹിന്ദുക്കൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം, മറ്റു മതങ്ങൾക്കെതിരെ നമ്മൾ പോരാടണം എന്നാണ് ഇവിടെ ശ്രേയ പറയാതെ പറഞ്ഞു വെക്കുന്നത്. പച്ചക്ക് പറഞ്ഞാണെങ്കിൽ വർഗീയത ഒളിച്ചു കടത്തുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. എനിക്ക് എങ്ങനെയാണ് ഇത് കേട്ടപ്പോൾ തോന്നിയത്? ഇപ്പൊ കേരള സ്റ്റോറി 2 എന്ന സിനിമയുടെ ടീസർ കണ്ടവർക്ക് അറിയാം. അതിലും അവസാനം പറഞ്ഞു വെക്കുന്ന എന്താണ്, നമ്മൾ ഹിന്ദുക്കൾ എല്ലാവരും വിക്ടിംസ് ആണ്, നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നുള്ളതാണ് അല്ലെ? അതേ പ്രൊപ്പഗണ്ട തന്നെയാണ് ഇവിടെ ശ്രേയ അയ്യറും ഒളിച്ചു കടത്താൻ നോക്കുന്നത്. പച്ചക്ക് പറഞ്ഞ വർഗീയത, അതായത് ഇവിടുത്തെ മെജോറിറ്റി ഓഫ് വരുന്ന മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഒരുമിച്ച് നിൽക്കണം, എന്നിട്ട് മറ്റു മതത്തിൽപ്പെട്ട ആളുകളെ തുരത്തണം എന്ന് പറയാതെ പറഞ്ഞു വെക്കുന്ന ഒരു രീതി കൊള്ളാം. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. പക്ഷേ ഇത് ഞാൻ ഫേസ് ചെയ്തുകൊണ്ട് പറയുകയാണ്, അവിടെ ഫസ്റ്റ് വരുന്നത് മതത്തിനെ കുറിച്ച് പഠിക്കുന്നതിനേക്കാളും ഫസ്റ്റ് പറയുന്നത് നിങ്ങളുടെ മതത്തിൽ ഇത്രയും ദൈവങ്ങളില്ലേ, ഇതിലെവിടെയാണുള്ളത്, അങ്ങനെ പറഞ്ഞ് പതുക്കെ നമുക്ക് ഇങ്ങനെ തിരിക്കും. ലാസ്റ്റ് കൺവേർഷൻ കമ്പൽസറി ആക്കി മാരേജ് വരെ ഇവൻ നിങ്ങൾ കൺവേർട്ട് ചെയ്ത് നിക്കാഹ് വരെ ചെയ്യണം എന്നുള്ള രീതിയിലാക്കും. ലേറ്റർലി അവർ വേറെ റിലേഷൻഷിപ്പിലാവും, നമ്മളെ കഴിയൊഴിയും. സീരിയസ്ലി സ്പീക്കിംഗ് ദിസ് ഇസ്, ഒച്ചത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ജിഹാദാണ്. ശരി, അത് ജിഹാദാണല്ലേ? അപ്പൊ ഞാനൊരു ലവ് ജിഹാദിന് വിക്ടിം ആണെന്നുള്ളതാണ് ഇവിടെ ശ്രേയർ പറയാതെ പറഞ്ഞു വെക്കുന്നത്. കൊള്ളാം ശ്രേയ, നന്നായിട്ടുണ്ട്. ശ്രേയക്ക് ഇത് ആ രീതിയിൽ തന്നെ സ്ക്രിപ്റ്റ് ആണെന്ന് അറിയില്ല. എന്തെന്നായാലും അടിപൊളി ആയിട്ടുണ്ട്. എന്തായാലും ശ്രേയ ഇവിടെ പറഞ്ഞു വെച്ചത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് ഹിന്ദുക്കളുമായി പ്രണയത്തിൽ ഏർപ്പെടുന്ന എല്ലാ മുസ്ലിം യുവാക്കളും
മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് കൊണ്ട് നടക്കുന്നവരാണ് എന്നാണ് ഇവിടെ ശ്രേയ പറഞ്ഞു വെക്കുന്നത്. ശ്രേയ പ്രേമിച്ച ബഷീർ ബാഷി ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം എന്ന് കരുതി എല്ലാ മുസ്ലിം യുവാക്കളും അങ്ങനെയാണെന്ന് ജനറലൈസ് ചെയ്തു ശ്രേയ. സ്വന്തം ഉണ്ടായ അനുഭവം വെച്ച് എല്ലാത്തിനും ജനറലൈസ് ചെയ്യാൻ നിൽക്കരുത്. വളരെ മോശമാണ് അതൊക്കെ. നിങ്ങൾക്ക് ഉണ്ടായ അനുഭവം നിങ്ങൾക്ക് പറയാം, അല്ലാതെ എല്ലാ മുസ്ലിം യുവാക്കളും നിങ്ങളെ മുൻ കാമുകനെ പോലെയാണെന്നുള്ള ഈ നറേറ്റീവിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകരുത്. അത് വളരെ മോശമാണ്. നിങ്ങൾ പച്ചക്ക് വർഗീയത തുപ്പുന്ന ഒരു സ്ത്രീയാണെന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഷെയിം ഓഫ് യു. ബാക്കി പറഞ്ഞാട്ടെന്തായാലും അതാണ്. പക്ഷെ ഞാനത് വലിയൊരു കോൺട്രവേഴ്സി റിലേഷൻഷിപ്പ് ആക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്റ്റെപ്പ് ഔട്ട് ചെയ്തതാണ്. ഐ ഹാഡ് വെരി ബാഡ് എക്സ്പീരിയൻസസ് ഫ്രം ഫിസിക്കൽ അബ്യൂസ്. അതായത് ബെൽറ്റിലിട്ടടിക്കും, ബെൽറ്റിൽ ബക്കിളിട്ടടിച്ചിട്ടുണ്ട്, എൻ്റെ കാലൊടിച്ചിട്ടുണ്ട്. എനിക്ക് പുറത്ത് വന്ന് പുറത്ത് ആൾക്കാർ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു ബുദ്ധിമുട്ട് കാരണം ഐ സ്റ്റെപ്പ് ബാക്ക്. ബട്ട് ലേറ്റർ എനിക്ക് ഓപ്പൺലി പറയാം, ഹിന്ദു മഹാസമാജത്തിന് താഴെ ഹിന്ദു ഐക്യവേദി കൊച്ചി അവരാണ് തട്ടമിട്ട് നടന്ന എന്നെ ദ വെരി നെക്സ്റ്റ് ഡേ ഐ എം സെയിങ് എനിക്ക് പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അടുത്ത ദിവസം എനിക്ക് ഗൂസ് ബംസ് വരുന്നുണ്ട്. ദിസ് ഇസ് എ റിയാലിറ്റി. എന്നെ അവർ അവിടെ നിന്ന് പൊക്കിയെടുത്ത് ഒരു നിയർലി ഒരു 1 month എന്നെ ഫുൾ സെക്യൂരിറ്റി, എനിക്ക് ഫുഡ് സത്യം പറഞ്ഞാൽ അടിച്ച് ഞാൻ ലിറ്ററലി ഫിസിക്കലി അത്രയും വീക്കായിരുന്നു. ഫുൾ ദേഹത്ത് നീലിച്ച് വയ്യാണ്ടായി കിടന്നു. എനിക്ക് ആയുർവേദ മസാജ്, അവിടെ പോകുന്നു, ഇവിടെ കൊണ്ടുവിടുന്നു, ഇവിടെ കൊണ്ട് നോക്കുന്നു, എനിക്ക് ഉറക്കം ശരിയാക്കുന്നു, ഫുഡ് തരുന്നു. ആ ട്രോമ വാസ് വെരി ഹാർഡ്ഷിപ്പ് ആയിരുന്നു. ആ ട്രോമയിൽ നിന്ന് രക്ഷിച്ച ഹിന്ദു ഐക്യവേദി കൊച്ചി ടീമിന് ഞാൻ വലിയ സപ്പോർട്ട് തരുന്നു. അതിന്റെ കൂടെ തന്നെ ട്രിവാൻഡ്രം ടീമും വലിയ സപ്പോർട്ട് തന്നിട്ടുണ്ടായിരുന്നു. ആ സപ്പോർട്ട് തന്നതിന്റെ ഭാഗമായിട്ടായിരിക്കും അവർ പറഞ്ഞു പഠിപ്പിച്ച കാര്യങ്ങൾ ഇങ്ങനെ വന്ന് തുപ്പിയത് അല്ലേ? കൊള്ളാം. എന്ത് തന്നെയാലും ശ്രേയ നല്ല നന്ദിയുള്ള കൂട്ടത്തിലാണെന്ന് ഇപ്പോൾ മനസ്സിലായി. ഉപകാരം ചെയ്തവർ എന്ത് പറഞ്ഞ് പഠിപ്പിച്ചാലും ശ്രേയ അതുപോലെ പറയാൻ തയ്യാറാണ് അല്ലേ? എന്ത് പറയാനാണ് ഇതിനൊക്കെ? ബാക്കി പറയാൻ. ഈ വിവാഹങ്ങളുടെ പേരിന്റെ മറവില് ഇതുപോലത്തെ പല കൺവേർഷൻസും നടക്കാറുണ്ട്. ആൻഡ് ട്രസ്റ്റ് മീ, ദേ ആർ ഗെറ്റിംഗ് ഹ്യൂജ് മണി, ഹ്യൂജ് ഫെയിം. ഓക്കെ, അങ്ങനെ കൺവേഷൻ നടത്തി വലിയൊരു തുക പ്രതിഫലമായി കിട്ടിയ ഒരു തെളിവെങ്കിലും താങ്കൾ കൊണ്ടുപോകാം. അങ്ങനെയെങ്കിൽ താങ്കൾ പറഞ്ഞതിന് ഞങ്ങൾ അംഗീകരിക്കാം. ഇവിടെ വായ്ത്താൾ കളിക്കാൻ എല്ലാവർക്കും പറ്റും, പക്ഷെ തെളിവുകൾ നിരത്തി സംസാരിക്കാനാണ് ബുദ്ധിമുട്ട്. അങ്ങനെ തെളിവുകൾ നിരത്താൻ പറ്റാത്തത് കൊണ്ടാണല്ലോ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ ഒന്നില്ല എന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടത്. പക്ഷെ എന്നിട്ട് ഇവിടെ കുറെ പൊട്ടന്മാർക്ക് മനസ്സിലായില്ല ലവ് ജിഹാദ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല എന്നുള്ളത്. അത് അങ്ങനെ കുറെ എണ്ണം, അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഇവിടെ ഹിന്ദുക്കളെ മുസ്ലിം ആക്കുന്നത് പോയി ആർക്കും ഇവിടെ ഒരു ഉറുപ്പ്യ പോലും കിട്ടുന്നില്ല. അങ്ങനെ കിട്ടുന്നെങ്കിൽ അതിന്റെ തെളിവ് എന്തായാലും നിങ്ങൾ കൊണ്ടുവരണം. അതല്ലേ ചങ്കൂറ്റം എന്ന് പറയുന്നത്. അങ്ങനെ തെളിവ് കൊണ്ടുവരുന്ന പക്ഷം ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കും ശ്രേയ, ഉറപ്പായിട്ടും നിങ്ങളുടെ കൂടെ നിൽക്കും. ഇവിടെ പ്രണയത്തിന്റെ പേരിൽ ഒരു ഹിന്ദുവിനെ ഒരാൾ മുസ്ലിം ആക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുസ്ലിമിനെ ഹിന്ദു ആക്കുന്നുണ്ടെങ്കിൽ അത് അവരും അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. അവരുടെ താല്പര്യപ്രകാരം നടക്കുന്ന സംഭവം മാത്രമാണ്. അതിന് മതവുമായി യാതൊരു ബന്ധവുമില്ല. ഇവിടെ ഇന്റർ റിലീജിയൻ മാരേജ് ചെയ്യുന്ന എത്രയോ കുടുംബങ്ങൾ, പെണ്ണ് പെണ്ണിന്റെ മതത്തിൽ ജീവിക്കട്ടെ, ചെക്കൻ ചെക്കന്റെ മതത്തിൽ ജീവിക്കട്ടെ എന്നും പറഞ്ഞ് മുന്നോട്ട് പോകുന്ന എത്രയോ പേരുണ്ട്. അതെല്ലാം കുടുംബത്തിന്റെ താല്പര്യം പോലെ ഇരിക്കും കാര്യങ്ങൾ. പ്രത്യേകിച്ച് ചെക്കന്റെ വീട്ടുകാർ എന്ത് തീരുമാനം എടുക്കുന്നു അതുപോലെ ഇരിക്കും കുറെയൊക്കെ കാര്യങ്ങൾ. എന്ത് പറയാനാണ് ഇതിനൊക്കെ അല്ലേ? മതം മാറ്റി കഴിഞ്ഞാണെങ്കിൽ കുറെ പണം കിട്ടും പോലും, പ്രത്യേകിച്ച് മുസ്ലിം ആക്കി കഴിഞ്ഞാണെങ്കിൽ എവിടെ കിട്ടും? നിങ്ങൾ അതിന് തെളിവ് കൊണ്ടുപോവാ. കഷ്ടം തന്നെ കിട്ടും ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നത്. ബാക്കി പറഞ്ഞാലും ഞാൻ എന്റെ ലൈഫിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദേ ആർ ഗെറ്റിംഗ് അത്രയും റെക്കഗ്നൈസേഷൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ടു ബി ഫ്രാങ്ക്, ഞാനതൊരു വിവാദമായി സൃഷ്ടിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതല്ല. പക്ഷെ സ്റ്റിൽ ഞാൻ റിലേഷൻഷിപ്പിലുണ്ടായ ആ വ്യക്തി, ഹി വാസ് ബിഗ് സീറോ വെൻ ഹി വാസ് ഇൻ, ഞങ്ങൾ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒന്നുമല്ലായിരുന്നു. പക്ഷേ ലേറ്റർലി ഹി ഗെറ്റ് ഇൻ ടു മീഡിയ, എൻ്റെ വഴി ഫെയിം. ലാസ്റ്റ് വെൻ ഐ വാക്ക് ഔട്ട്, വൺ ഓഫ് ദി ഗുഡ് യൂട്യൂബ് വ്ളോഗർ, ഹീസ് ഏർണിംഗ് ടു മച്ച്. അതായത് കുറേ കാറും കുറേ ലൈക്ക് എല്ലാം ഹൈ ക്ലാസ് കാറും എല്ലാമായിട്ടാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ദേ ആർ ഗെറ്റിംഗ് ദാറ്റ് കമ്മ്യൂണിറ്റി സ്പിരിറ്റ് ആൻഡ് സപ്പോർട്ട്. ആർക്ക്? ബഷീർ ബാഷിക്ക് കമ്മ്യൂണിറ്റി സപ്പോർട്ട്. ശ്രേയയുടെ ഒരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് മതി ശ്രേയയുടെ പ്രൊപ്പഗണ്ട അഴിഞ്ഞു വീഴാണ്. ഇവിടെ ബഷീർ ബാഷിയെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് മുസ്ലിം സ്ത്രീകളാണ്. അവർ ഏറ്റവും കൂടുതൽ ചീത്ത വിളിക്കുന്നത് മുസ്ലിം സ്ത്രീകളാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് ബഷീർ ബാഷിയോട് ഏറ്റവും കൂടുതൽ ആൾക്കാരെ എതിർക്കുന്നത്. എന്നിട്ട് ശ്രേയ പറയുന്നത് എന്താണ്? അവർക്ക് നല്ല കമ്മ്യൂണിറ്റി സപ്പോർട്ട് കിട്ടുന്നുണ്ട് പോലും, ഒരക്കെ കിട്ടുന്നുണ്ട്. ഇതും പറഞ്ഞാൽ കൂടി ചെന്നാ മതി. ഇവിടുത്തെ മുസ്ലിങ്ങളായിട്ടുള്ള പെണ്ണുങ്ങളുണ്ടല്ലോ, നിന്റെ ഉരുളിനിട്ട് അടിക്കും. പിന്നെ നിനക്ക് കുറച്ചു കാലത്തേക്ക് എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റില്ല. പിന്നെ ബഷീർ ബാഷി കുറെ പണം സമ്പാദിച്ച കാര്യം അതൊരിക്കലും നിന്നെ മതം മാറ്റിയതുകൊണ്ട് സംഭവിച്ച കാര്യമൊന്നുമല്ല. ബഷീർ ബാഷി 2 കെട്ടി അത് വെച്ചൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അപ്പൊ അതിന്റെ ക്യൂരിയോസിറ്റിയിൽ ഒരുപാട് ആളുകൾ അവരുടെ വീഡിയോസ് കാണാൻ തുടങ്ങി. അങ്ങനെ അവരുടെ ചാനൽ വളർന്നു, അവർക്ക് അത്യാവശ്യം റീച്ചും കിട്ടി. അത് കാരണം അവർ ഫെയിമായി, നല്ല പണവും അവർ സമ്പാദിച്ചു. അതിന് കൂട്ടത്തിൽ ബഷീർ ബാഷി ഒരു കാര്യം കൂടി ചെയ്തു, കുറെ ബിസിനസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. യൂട്യൂബ് വഴി കിട്ടിയ ഫെയിം ഉപയോഗിച്ച് ആ ബിസിനസ് വളർത്തി കൊണ്ടുവന്നു. അവർ അത്യാവശ്യം റിച്ചായി, സെറ്റായി. അതാണ് ഇവിടെ സംഭവിച്ചത്. അല്ലാതെ ഒരു കമ്മ്യൂണിറ്റി സപ്പോർട്ടും ഒരു കമ്മ്യൂണിറ്റി സ്പിരിറ്റും ഇവിടെ ബഷീർ ബാഷിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ കൊടുക്കാൻ ആരും ഉദ്ദേശിക്കുന്നുമില്ല. ഇവിടെ ബഷീർ ബാഷിയെ പോലെ എന്റെ ഭർത്താവ് ആകരുത് എന്നാണ് ഇവിടെ ഓരോ മുസ്ലിം സ്ത്രീയും ആഗ്രഹിക്കുന്നത്. സംശയം ഉണ്ടെങ്കിൽ കേരളത്തിൽ മുസ്ലിം സ്ത്രീകളെ വിളിച്ചു ചോദിച്ചു നോക്ക്. ഒരു പെണ്ണ് ഇവിടെ ബഷീർ ബാഷിനെ പോലുള്ള ഒരു ഭർത്താവിനെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ശ്രേയ എന്തെങ്കിലും വിളിച്ചു പറയാൻ നിൽക്കരുത്. എന്തെന്നാലും ഇത്രയും കാലം നിങ്ങളൊരു റെസ്പെക്ട് എനിക്കുണ്ടായിരുന്നു. കാരണം നിങ്ങൾ ബഷീർ ബാഷിയുമായി റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് ഒരുപാട് അനുഭവിച്ചു. അതൊക്കെ കേട്ട സമയത്ത് ലിറ്ററലി എന്റെ കണ്ണ് പോലെ നിറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു.
പക്ഷെ ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞു വെച്ച കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് എനിക്ക് നിങ്ങളുടെ വെറുപ്പാണ് തോന്നുന്നത്. നിങ്ങൾ ഇത്രയും വർഗീയ വേഷം ഉള്ളിൽ കുത്തി നിറച്ച് നടക്കുന്ന ഒരു സ്ത്രീയാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എന്താണ് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ലേ, എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക് വീണ്ടും കാണാം.